ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 12. നീറ്റ് അലംഭാവത്തിന് മാപ്പില്ല. 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ എഴുതിയ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിലും ഫലനിർണ്ണയത്തിലും ഉത്തരവാദിത്തപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുലർത്തിയ ഉദാസീനത മാപ്പർഹിക്കുന്നില്ല. രാജ്യത്താകമാനമുള്ള 1,08,940 MBBS സീറ്റുകളിലേക്ക് 24 ഇരട്ടി വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷ എഴുതുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത നടത്തിപ്പ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പരീക്ഷാ ഫലത്തിലെ അതീവ ഗുരുതരമായ പിഴവുകൾ വിളിച്ചു പറയുന്നു. പരീക്ഷയിൽ ബാഹ്യ ഇടപെടലും ഫലത്തിൽ അട്ടിമറിയും ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ബലപ്പെടുകയാണ്. 6 സെന്ററുകളിലായി പരീക്ഷ എഴുതിയ 1,500ഓളം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കപ്പെട്ട സമയം ലഭിച്ചില്ല എന്ന് പരാതിപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത്. പരാതിക്കാർക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ കോടതി ഉത്തരവിടുന്നു. ഫലം വന്നപ്പോൾ 720-ൽ 720 മാർക്ക് നേടി 67 പേർ ഒന്നാം റാങ്കുകാരായി. ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് 1 മൈനസ് മാർക്ക് നൽകുന്ന രീതി പിന്തുടരുന്ന നീറ്റ് പരീക്ഷയിൽ ഫുൾ മാർക്കായ 720-ന് താഴെ 716 മാർക്കേ വരാൻ പാടുള്ളൂ. എന്നാൽ ഇത്തവണ പലർക്കും 718-ഉം 719-ഉം മാർക്ക് ലഭിച്ചിരിക്കുന്നു. മാത്രവുമല്ല, പരീക്ഷയ്ക്ക് മുന്നേ ചോദ്യപേപ്പർ പുറത്തായതായും ആരോപണം ഉയർന്നു. ഔദ്യോഗിക ഉത്തരസൂചികയിൽ പിഴവുകളുള്ളതായും മൂല്യനിർണ്ണയത്തിൽ പല മാനദണ്ഡങ്ങൾ സ്വീകരിക്കപ്പെട്ടുവെന്നും വിവരങ്ങൾ പുറത്തു വന്നു. നീറ്റ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷം 2 ഒന്നാം സ്ഥാനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2022-ലും 20-ലും 19-ലും ഒരാൾ മാത്രവും. ആ സ്ഥാനത്താണ് ഇക്കുറി 67 ഒന്നാം റാങ്കുകാർ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 6 പേർ ഹരിയാനയിലെ ഒരു കോച്ചിംഗ് സെന്ററിൽ പരിശീലനം നേടിയവരാണ് എന്നത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഗുരുതരമായ പൊരുത്തക്കേടുകൾ അന്വേഷിക്കാൻ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടി കൊണ്ട് തൃപ്തരല്ല വിദ്യാർത്ഥികളും പൊതുസമൂഹവും. കോടതി ഉത്തരവ് പ്രകാരം 1,563 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിൽ അപാകതയുണ്ടോ എന്നത് മാത്രമാണ് UPSC മുൻ ചെയർമാൻ അധ്യക്ഷനായ സമിതി അന്വേഷിക്കുക. ഇത് രാജ്യത്താകമാനം ഉയർന്ന പ്രതിഷേധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കണ്ണിൽ പൊടിയിടൽ തന്ത്രമാണെന്ന് വ്യക്തം. പരീക്ഷ വീണ്ടും നടത്തണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം NDA ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ തള്ളിക്കളഞ്ഞു. ഇതോടെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തിപ്പെട്ടു. വിഷയം ഏറ്റെടുത്ത പ്രതിപക്ഷ കക്ഷികൾ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ശക്തമായ നടപടി വേണമെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി 10ഓളം പരാതികളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും പരീക്ഷാ ഏജൻസിക്കും നോട്ടീസ് അയക്കുകയും പരീക്ഷ നടത്തിപ്പിന്റെ പവിത്രത നഷ്ടപ്പെട്ടതായി വ്യക്തമാക്കുകയും ചെയ്തു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്കായി ഏറെ സമയവും പണവും മാറ്റിവെക്കുന്ന കേരളത്തിന്റെ ഉത്കണ്ഠയാണ് മന്ത്രിയുടെ കത്തിൽ പ്രതിഫലിക്കുന്നത്. ഒരു ദശകത്തിലേറെയായി നടന്നു വരുന്ന നീറ്റ് പരീക്ഷ വിവാദത്തിൽപ്പെടുന്നത് ആദ്യമായല്ല. പരീക്ഷാ സെന്ററുകളിലെ അപര്യാപ്തതയും പരീക്ഷയിൽ ക്രമക്കേടുകൾ ഒഴിവാക്കാനെന്ന പേരിൽ വസ്ത്രധാരണത്തിൽ കൊണ്ടുവന്ന നിബന്ധനകൾ പരീക്ഷാർത്ഥികളെ അപമാനിതരാക്കുന്നതിന് ഇടയാക്കിയതുമൊക്കെ വിവാദമായിട്ടുണ്ട്. ഇതിനിടയിലും പകരക്കാരെ പരീക്ഷ എഴുതാൻ നിയോഗിച്ച സംഭവങ്ങളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എല്ലാറ്റിനും മകുടം ചാർത്തുന്നതായി ഇക്കുറി ഉയർന്ന വിവാദങ്ങൾ. സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യാവസ്ഥ പുറത്തുവരൂ. ഒപ്പം പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കാനുള്ള നടപടികളും സ്വീകരിക്കണം. കേന്ദ്ര സർക്കാർ സ്വമേധയാ അതിനുള്ള ആർജവം പ്രകടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. വിദ്യാഭ്യാസ രംഗത്തെയാകെ വാണിജ്യവൽക്കരിക്കുകയും അധപതിപ്പിക്കുകയും ചെയ്ത NDA സർക്കാരിൻ്റെ നയങ്ങളാണ് രാജ്യത്തെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ നീറ്റ് പരീക്ഷയും വിവാദക്കുരുക്കിലാക്കിയതെന്ന് കാണാൻ വിഷമമില്ല. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി 3ാം മോദി സർക്കാരിനെ നയമാറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചവരെ നിരാശരാക്കുന്നതാണ് അമിത്ഷായും നിർമ്മല സീതാരാമനെ പോലെയുള്ള ജനാധിപത്യ വിരുദ്ധർ അടങ്ങുന്ന മുൻ മന്ത്രിസഭകളുടെ തുടർച്ച മാത്രമായ 3ാം മോദി മന്ത്രിസഭ. ശക്തമായ പ്രതിപക്ഷത്തിന്റെ വ്യക്തതയോടെയുള്ള ഇടപെടലിനും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും മാത്രമേ സ്വഭാവത്തിൽ ഏകാധിപത്യപരമായ ഒരു സർക്കാരിനെ തിരുത്താൻ കഴിയൂ. ആ വഴിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാകും പാർലമെന്റിൽ ഉയരാൻ പോകുന്ന പ്രതിപക്ഷ പ്രക്ഷോഭവും പുറത്തെ വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭങ്ങളും.